അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. വയനാട് കാവുമന്ദം ചോലപ്പുറത്ത് റോഡരികിൽ പുഴയിലേക്ക് ഇപ്പോൾ റോഡിൻ്റെ അരികെ പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. കമ്പളക്കാട് കട്ടോത്തറ ഭാഗങ്ങളിലാണ് എളുപ്പവഴി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ ഇപ്പോൾ ദുരിതത്തിലാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദീപക്കുണ്ട് അവിടെ. ദീപക്ക്, കുറച്ച് അപകടകരമായ അവസ്ഥയിലാണോ? വണ്ടിയൊന്നും പോകില്ലേ? വണ്ടി പോയാൽ അപകടമാണോ? ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? ഇടിഞ്ഞു പോയാൽ ആ റോഡടക്കം അങ്ങ് താഴേക്ക് ഇടിഞ്ഞു പോകുമോ? എന്താണ് അവസ്ഥ? ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ 14-ാം വാർഡായ ചോലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ആ പ്രധാനപ്പെട്ട റോഡാണ്. അതായത് ഇവിടെയുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കമ്പളക്കാട് കോട്ടത്തറയിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡാണ്. ആ റോഡിൻ്റെ അരികിലാണ് അരികിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചതോടുകൂടിയാണ് ഈ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി താൽക്കാലികമായാണെങ്കിലും ഗതാഗതം റോഡിലൂടെയുള്ളത് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഭീകരത മനസ്സിലാവും. ഈ ടാറിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള ഒരു റോഡിൻ്റെ അരികാണ് ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എതിർഭാഗത്തൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികളാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് പുഴയിൽ വെള്ളം കൂടുകയും പിന്നീട് റോഡിൻ്റെ അരികെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളൊക്കെ ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താ സ്ഥിതി ബാബുവേട്ടാ? അപ്പോൾ റോഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടിലല്ലേ? വലിയ ബുദ്ധിമുട്ടിലാണ്. 29-ാം തീയതി 7 മണിയോടുകൂടി ഇടിഞ്ഞതാണത്. അതിനുശേഷം ഗതാഗതം തടസ്സപ്പെട്ടു. ആളുകൾക്ക് പോകാൻ റോഡ് 2 സൈഡും അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോകണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒരു നിർത്തിയില്ല. കോട്ടത്തറ വഴി മുതൽ കമ്പളക്കാട് എന്ന് വരുന്ന കാവുമത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അത് അടഞ്ഞോടുകൂടി ഒട്ടനവധി ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഇതിനകത്തൂടെ പോകുന്നത്. കുട്ടികളൊക്കെ ഇപ്പോൾ ബസ്സൊക്കെ പോകാതാകുമ്പോൾ എന്താ ചെയ്യപ്പോൾ? ഇപ്പം അതിനുശേഷം സ്കൂൾ അവധിയായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല. അരുൺകുമാർ, എതിർഭാഗത്തൊരു ജീപ്പൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇത് അല്പം മുൻപ് ഇവിടെ വന്ന ഇവിടുത്തെ ഒരു പ്രദേശവാസിയുടെ നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ റോഡിന് കുറുകെ മരങ്ങളൊക്കെ വെച്ച് കെട്ടി ഇതിലെ ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ളൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ റോഡിലുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പോൾ വലിയ ഭീഷണിയിലാണല്ലേ? വലിയ ഭീഷണിയിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ സാധാരണക്കാരനായ ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ഉന്നതികൾ 5-8 ഉന്നതികളുള്ള സ്ഥലമാണ്. നമ്മളെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് തെക്കുന്തറ ഹോസ്പിറ്റലാണ്. തന്നെയാണ് അരുൺകുമാർ. പ്രധാനമായും ഉന്നതി, അതായത് ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ പുഴയിലെ ഒഴുക്ക് ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റോഡിന്റെ പൂർണ്ണമായുമുള്ള അരികെ തന്നെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയ്ക്ക് റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ മേഖലയിൽ ഒരു സംരക്ഷണ ഭിത്തി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗങ്ങളോ കണ്ടെത്തണമെന്നുള്ളത് തന്നെയാണ്. എന്താ ചേട്ടാ പറയാനുള്ളത്? എന്താണ് ഇതിനൊരു പരിഹാര മാർഗ്ഗം? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് കണ്ട സമയത്ത് പറഞ്ഞത് ഇപ്പം മുകളിലുള്ള പാലം അത്ര ശാശ്വതമല്ല. അപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ സംവിധാനം ചെയ്യാമെന്ന് നിർദ്ദേശം വെച്ചിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സൈഡ് സംരക്ഷണം കൂടി ഉൾപ്പെടെ വരുമല്ലോ. എന്തായാലും ഗുരുതരമായ പ്രശ്നമാണ് നാട്ടുകാരുടേത്. പ്രതികരണം എടുത്തോളൂ. നമുക്ക് പ്രതികരണം അടുത്ത ഘട്ടത്തിൽ കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധികാരികൾ എത്രയും പെട്ടെന്ന് ജാഗ്രതയോടുകൂടി ഈ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കുക. ഇല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ വല്ലാതെ ബുദ്ധിമുട്ടും. ഇനിയിപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരുന്നാൽ ആ മൊത്തം ഇടിഞ്ഞത് താഴെ പോവും. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്താൽ ആ റോഡെങ്കിലും സംരക്ഷിച്ച് പിടിച്ചു നിർത്താം. അത് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പടുത്ത് മാത്രമേ അതിനെ ശക്തിപ്പെടുത്താൻ പറ്റൂ. അതത്ര എളുപ്പം നടക്കുന്നുമല്ല. എന്തായാലും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെടുക, PWD ഇടപെടുക, അവിടെ ഒരു കെട്ടിക്കൊടുക്കുക. ഇല്ലെങ്കിൽ ആ റോഡ് മൊത്തം